ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ഗ്രിൽ ചിക്കൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് മഴയ്ക്കില്ലാത്ത ഒരു ദിവസത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനാഗിരി കൂടി ചേർത്തിട്ട് ഒരു 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉപ്പ് ചിക്കനിൽ പിടിക്കുകയും ചെയ്യും, ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മല്ലിയില, ക്യാപ്സിക്കം, ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പച്ചമല്ലി, പെരിഞ്ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല, 1 ടീസ്പൂണോളം ഗരം മസാലയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ നമുക്കിതിലേക്ക് കൂടുതലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് കുറച്ച് തൈരും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇത് നമ്മൾ ഗ്രീൻ മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തത്. അതിലേക്ക് ഇനി ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് കായം തേച്ച് വെക്കാം. ഇത് ഏകദേശം ഒരു 4-5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാല പിടിക്കും. ഇനി നമുക്ക് റെഡ് കളറിലുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ള സ്പൈസസ് ആയിട്ടുള്ള പച്ചമല്ലി, നല്ല ജീരകം, പെരുംജീരകം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് ഈ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കണം. നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് മസാലയിൽ ഉപ്പ് ചേർക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഓവനുള്ളവരാണെങ്കിൽ ഓവനിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മളിവിടെ പുറത്ത് ആണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ചിരട്ട കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് കരി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കനലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തത്. ഒരുപാട് സമയം ഒരു സൈഡ് മാത്രം ഗ്രില്ല് ചെയ്തെടുക്കരുത്, പെട്ടെന്ന് ചിക്കൻ കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ചിക്കനിൽ കുറച്ച് ഒലിവ് ഓയിൽ കൂടി തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.